ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റുള്ള ഒരു ബോണ്ടയാണ് ഇന്നത്തെ ഐറ്റം. നമ്മുടെ ഇന്നത്തെ താരം കപ്പയാണ്. കപ്പ കൊണ്ടുള്ള ഒരു ബോണ്ട വളരെ എളുപ്പത്തിൽ നമുക്കത് തയ്യാറാക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. കപ്പ ബോണ്ട ഒരു സൂപ്പർ ടേസ്റ്റുള്ള ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു മിക്സ് റെഡിയാക്കാം. ഒരു പാനിലേക്ക് ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കൊരു 2 ചുവന്ന മുളകും ഒരു 2 ടീസ്പൂണിനോളം ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയൊക്കെ ഉണ്ടെങ്കിൽ ബോണ്ട നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഒരു ഒനിയൻ ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 കപ്പോളം ഉണ്ടായത്. ഒരു 3 പച്ചമുളക്, ഞാനിതിൽ മുളക് പൊടി ഇടുന്നില്ല, അതുകൊണ്ട് തന്നെ എരിവിനനുസരിച്ച് പച്ചമുളകും കുറച്ച് കരിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ടിട്ട് ഇതിനെ നമുക്ക് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഒരുപാട് സോട്ടാവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് പച്ചമണം മാറിയാൽ മതി. അതിൽ ഭയങ്കര ഗോൾഡൻ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇത് കണ്ടോ, നന്നായിട്ട് ഒന്ന് കളറൊക്കെ ചേഞ്ചായി ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച 1 കപ്പ് കപ്പയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. കപ്പ ഇനി ഇതിനോടുകൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. കപ്പയൊന്ന് വേവിച്ചിട്ട് തണുത്തിട്ട് മിക്സ് ചെയ്യുമ്പോഴാണ് കേട്ടോ നമുക്ക് ഒട്ടും വെള്ളമൊന്നും ഇല്ലാത്ത മാതിരി തോന്നുക. ഇനി ഇതിനെ നന്നായി മാഷ് ചെയ്ത് എല്ലാറ്റിനെയും തമ്മിൽ യോജിപ്പിച്ചെടുക്കാം. നമുക്ക് ബോണ്ട ഉണ്ടാക്കുമ്പോഴൊക്കെ എപ്പോഴും ഈ ഉരുളക്കിഴങ്ങായാലും നമ്മുടെ കപ്പയാണെങ്കിലും ഒക്കെ ഒന്ന് തണുത്തതിന് ശേഷം ഉപയോഗിക്കുമ്പോൾ അതിലൊട്ടും വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഇല്ലായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ക്രിസ്പിയും ഉള്ളൊക്കെ നല്ല പെർഫെക്റ്റ് ടെക്സ്ചറിൽ നമുക്ക് ബോണ്ടയൊക്കെ കിട്ടും. ഇതെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇതൊന്ന് തണുക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ റെഡിയാക്കാം. ബാറ്റർ റെഡിയാക്കാനായിട്ട് ഒരു 1/2 കപ്പ് കടലമാവാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 കൈയിലോളം ദോശമാവാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. 1-2 കയ്യിലൊഴിക്കാം, അതിലും കൂടുതലാവരുത് കേട്ടോ. ഇതധികം പുളിയൊന്നും ഇല്ലാത്ത ദോശമാവാണ്. 1 ടീസ്പൂണോളം നമ്മുടെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കായപ്പൊടി. ഇനി ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഈ ബാറ്റർ റെഡിയാക്കാം. ഒരുപാട് തിക്കും ആവരുത്, ഒരുപാട് തിന്നുമായിട്ടുള്ള ബാറ്റർ ആവരുത് കേട്ടോ. ഇതിന് മുക്കി കറക്റ്റായിട്ട് പൊരിക്കാനുള്ള പരുവത്തിലാണ് മാവ് ഉണ്ടാവേണ്ടത്. ഇതിനൊട്ടും കട്ടയില്ലാതെ ചെയ്യാം. ഇത് കണ്ടോ, ഇതാണ് ഞാൻ ഒഴിക്കുന്ന കൺസിസ്റ്റൻസി. ഇനി ആ സമയമാകുമ്പോഴേക്കും നമ്മുടെ കപ്പട മിക്സൊക്കെ തണുത്തിട്ടുണ്ടാവും. അപ്പോൾ കപ്പട മിക്സൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ഇതൊന്ന് അതിലുള്ള ഫുൾ കട്ട ഉടയണം കേട്ടോ, എന്നാലേ നമുക്കത് ഉരുട്ടാൻ കിട്ടുള്ളൂ. ഇനി നമുക്കിതിനെ ഓരോ ചെറിയ ചെറിയ ബോളുകളായിട്ട് ഉരുട്ടിയെടുക്കാം. ഇതിലിപ്പോൾ എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിന് പച്ചമുളക് നന്നായി ചേർക്കാം, അല്ലെങ്കിൽ മുളക് പൊടി ഇടാം. പക്ഷേ എനിക്ക് പൊതുവേ ബോണ്ടയിൽ മുളക് പൊടി ഇടുന്നത് വലിയ ഇഷ്ടമില്ല. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ബോണ്ടയ്ക്കുള്ളതൊക്കെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ വറുത്തെടുക്കാം. അതിനായിട്ട് നല്ലോണം എണ്ണ ചൂടാകുമ്പോൾ വേണം കേട്ടോ ഇടാനായിട്ട്. എപ്പോഴും നല്ല ചൂടിൽ എണ്ണയിലേക്ക് വറുക്കാനിട്ട് കഴിഞ്ഞാൽ ഒന്ന് ഇട്ട് കഴിഞ്ഞ് പിന്നെ മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കുന്നതാണ് നല്ലത്. വറക്കുമ്പോഴും അത് കഴിഞ്ഞിട്ട് ഇടുന്ന സമയത്തും അവസാനം എടുക്കുന്ന സമയത്തും നല്ല ചൂടിലാക്കുന്നതാണ് നമ്മുടെ എണ്ണ അധികം വറുത്തെടുക്കുന്ന സാധനങ്ങൾക്ക് കുടിക്കാതിരിക്കാൻ നല്ലത്. ഇനി ഇതിനെ ഒന്ന് നമുക്ക് മറിച്ചിടാം. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് എപ്പോഴും മറിച്ചിടാൻ പറ്റുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ അടിയിലൊക്കെ അത് ഇങ്ങനെ എണ്ണയിലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന മാതിരി നമുക്ക് തോന്നും. ഇനി ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് ഒന്നിച്ച് പിടിച്ചതിനൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിലൂടെ നന്നായിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടെടുക്കാം. എന്നിട്ട് ഇതാ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ അടിപൊളി കപ്പ ബോണ്ട റെഡി. വളരെ പെട്ടെന്ന് എന്നാൽ ഒരു വെറൈറ്റി ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാം കപ്പ ബോണ്ട. ഇത് കൂടാതെ ഞാൻ കപ്പയുടെ കുറേ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. ഇത് കണ്ടോ, തുറന്നു കഴിഞ്ഞപ്പോൾ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ കഴിച്ചപ്പോൾ അതിൻ്റെ ബാറ്ററിന് തന്നെ നല്ലൊരു ടേസ്റ്റാണ്. അത് കഴിഞ്ഞാൽ കപ്പട മിക്സ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതുകൂടാതെ തന്നെ ഞാനൊരു 3 റെസിപ്പീസ് കപ്പട ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴെ തന്നെ കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഈ വെറൈറ്റി ബോണ്ടയൊന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനും ഒട്ടും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. താങ്ക് യു.